ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ചൂടിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ആപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ആപ്പിളിന് നമുക്ക് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലോണം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ നടുക്കുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞോണം കേട്ടോ. കളഞ്ഞ് നമുക്ക് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ആപ്പിൾ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാമേ. ആപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസകസ ഞാൻ ഇവിടെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസകസ വെള്ളത്തിൽ നല്ലോണം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്യാം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ കഴിച്ചു നോക്കുന്ന സമയത്ത് മധുരം കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്താൽ മതിയാവുകയെ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് പാല് കാച്ചി നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. അത് ഞാൻ ഇവിടെ 1 കപ്പ് പാല് ഫുള്ളായിട്ട് അങ്ങ് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടല്ലേ, അപ്പം ഇതൊന്നും ഇരുന്നോട്ടെ നല്ലോണം തണുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലോട്ടാക്കി നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ചൂട് കാലത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. വളരെ ഈസിയാണ്, എന്നാൽ നല്ല റിച്ച് ടേസ്റ്റും റിച്ചൊരു ഒക്കെ തരുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആപ്പിളാണ് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് എന്തായാലും കുടിക്കുന്നവരറിയില്ല കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് റെസിപ്പീസാണ് കേട്ടോ എൻ്റെ ചാനൽ. അപ്പോൾ കയറിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.